എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നിൽ എന്റെ ക്ലാസ്സിൽ താരമാണെന്ന്. അങ്ങനെ തോന്നാൻ കാരണം എന്റെ റൂമിലെ ടൈം പീസ് മാത്രമാണല്ലോ മോഷണം പോണത്. ടൈം പീസ് മാത്രല്ല, അലാം വെക്കണ എല്ലാ സാധനവും. അതെ, അതെന്താ നിന്റെ റൂമില് മാത്രം കള്ളം മോഷ്ടിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്റെ റൂമിൽ അലാറം അടിക്കരുത് എന്ന് ആർക്കും നിർബന്ധമുള്ള പോലെ. കാരണം അലാറം അടിച്ചാൽ ഞാൻ എണീക്കും, പഠിക്കും, മാർക്കും കിട്ടും. സോ എനിക്ക് മാർക്ക് കിട്ടരുത് എന്ന് ആഗ്രഹിക്കണ ചിലർ എന്റെ ക്ലാസ്സിലുണ്ട്. അവര് തന്നെ ആയിരിക്കും ഇതിന് പിന്നിൽ. ചേച്ചിയുടെ ഫ്രണ്ട്സ് ഒന്നും ഇത്ര റിസ്ക് എടുത്ത് കേൾക്കാൻ കയറില്ല. അല്ല, അവരല്ല കേറുന്നത്, അത് എനിക്കും അറിയാം. പിന്നെ അവര് പറഞ്ഞയച്ച ഏതെങ്കിലും പ്രൊഫഷണൽ കള്ളന്മാരായിരിക്കും. പിന്നെ പ്രൊഫഷണൽ കള്ളന്മാർക്ക് കാശും കൊടുത്ത് നിന്റെ ടൈം പീസ് മോഷ്ടിക്കാൻ മാത്രം നീ എത്ര പഠിപ്പിയാണെങ്കിലും തരക്കേടില്ല. എങ്കിൽ പിന്നെ ആരാ? ഇതും കൂടെ കൂട്ടിയിട്ട് 14ാമത്തെ ടൈം പീസ് അപ്പൊ മോഷണം പോണം. എനിക്ക് തോന്നുന്നത് തോന്നുന്നത് അല്ല, ഒന്നും തോന്നില്ല. എന്തെങ്കിലും ആവട്ടെ. അത് ശരി. എന്തായാലും ആരെങ്കിലും ഇതിനൊരു പരിഹാരം കാണണം. അടുത്ത ആഴ്ച എനിക്ക് പരീക്ഷ തുടങ്ങണം. എന്താ കണ്ടുപിടിക്കണ്ടേ നമുക്ക് ഈ ടൈം പീസ് കള്ളനെ? വേണം. എന്റെ മനസ്സ് പറയുന്നു ഈ ടൈം പീസിന് പിന്നിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന്. ഒരു കാര്യം ചെയ്താലോ, ഒരു ടൈം പീസും കൂടി വാങ്ങി ചേച്ചിന്റെ റൂമിൽ വെക്കാം. എന്നിട്ട് വാതിൽ അടച്ചിടാം. അപ്പൊ പിന്നെ കള്ളം കയറൂലല്ലോ. ഈ 14 പ്രാവശ്യം പോയതില് കഥക അടച്ചതും അടയ്ക്കാത്തതും എന്തിന് അലമാരിന് പൂട്ടി വെച്ചത് വരെ ഉണ്ട്. അല്ല, പപ്പയുടെ ഏതോ പോലീസ് ഫ്രണ്ടിനോട് കാര്യം പറഞ്ഞായിരുന്നല്ലോ, അങ്ങനെ വന്ന് നോക്കിയായിരുന്നോ? അന്ന് വന്ന് എന്തൊക്കെയോ നോക്കുന്നത് കണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കല്ലേ തൃശ്ശൂരിലോട്ട് പ്രൊമോഷൻ കിട്ടി അങ്ങനെ പോയത്. എന്തായാലും ഇത് വല്ലാത്തൊരു മോഷണമായി പോയി. വിലപിടിപ്പുള്ള ഒന്നും ഇതുവരെ പോയിട്ടില്ല, പൈസയും പോയിട്ടില്ല. ഓൺലി ടൈം പീസ് ആൻഡ് അലാറം സാധനങ്ങൾ. അപ്പൊ ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്താലോ? കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പിന്നെ അതിന്റെ പുറകെ നടക്കണം. മെനക്കേടാ. അതെ, പോലീസുകാർ വന്നാ പിന്നെ നാട്ടുകാരറിയും. പിന്നെ അവര് പല കഥകളും പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ട് തൽക്കാലം പോലീസ് വേണ്ട, പകരം ഞാൻ അർജുനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അവന് നിക്കും പണ്ട് CID പണി കൊണ്ട് നടന്നതല്ലേ. അതുകൊണ്ട് ഈ കേസും അവരാദ്യം അന്വേഷിക്കട്ടെ. വാവ്, അത് പൊളിക്കും. എന്റെ ബുദ്ധി മാമന്റെ ശക്തിയും കൂടിയാ. ടൈം പീസ് കള്ളനെ ഈസി ആയിട്ട് പിടിക്കാം. നിന്റെ ബുദ്ധിയോ? എന്നാ പിടിച്ചത് തന്നെ. പൊച്ചിക്കണ്ട, പിടിച്ചിരിക്കും. എന്തായാലും അവൻ വരട്ടെ. CID അർജുൻ. മിസ്റ്റർ CID അർജുൻ, എനി ഫിംഗർ പ്രിന്റ്സ്? പിന്നെ ഇത് വെച്ചല്ലേ ഫിംഗർ പ്രിന്റ് കണ്ടുപിടിക്കുന്നത്. പിന്നെന്തിനാണ് ഇത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്? ഇത് മാഗ്നിഫയർ ലെൻസ് ആണ്. കണ്ണിപ്പെടാത്ത ചെറിയ സാധനങ്ങൾ പോലും ഇതിന്റെ കണ്ണിൽ പെടും. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ? നോ, പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. ഏതോ പഠിച്ച കള്ളനാണെന്ന് തോന്നുന്നു. What's your next plan? അലാറം വെക്കുന്ന സാധനം മാത്രമാണ് മോഷണം പോണെങ്കിൽ
കള്ളൻ മറ്റെന്തോ ആണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു നിഗമനം ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു. എന്താണത്? അവള് പറയുന്നത് ക്ലാസ്സിലേതോ കുശുമ്പുള്ള കുട്ടികൾ അവള് പഠിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാ. ഐ മീൻ ഞാൻ രാവിലെ അലാറം കേട്ട് എണീക്കാതിരിക്കാൻ. നീ അലാറം വെച്ച് എണീച്ച് പഠിച്ചിട്ട് കിട്ടുന്ന മാർക്കൊക്കെ എനിക്കറിയാം, നീ അത് വിട്. അപ്പൊ പിന്നെ വേറെന്തായിരിക്കും CD? അതന്വേഷിക്കണം. അതിനു മുമ്പ് വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഏരിയയിൽ സമാനമായ വല്ല മോഷണം നടന്നിട്ടുണ്ടോ ഇപ്പൊ അടുത്തെങ്ങാനും? ഇല്ല. പിന്നെ ഈ മേളിലെ വീട്ടിലെ പൂവൻകോഴികളെ ഇടയ്ക്കിടയ്ക്ക് മിസ്സാവാറുണ്ട്. അത് പട്ടിയോ കുറുനരിയോ എന്തോ ആണ്. അതെങ്ങനെ മനസ്സിലായി? അവര് കണ്ടോ? കണ്ടില്ല, ജസ്റ്റ് ഒരു ഊഹം. പട്ടിയും കുറുനരിയൊന്നും കൂടുതലൊന്നും പിടിക്കത്തില്ല. യെസ്, മേ ബി അവർ കൂടടയ്ക്കാൻ മറക്കാറുണ്ടാവും. അന്നായിരിക്കും ചിലപ്പോൾ അത് മോഷണം പോകുന്നത്. അങ്ങനെ ആവാം. പക്ഷെ ഒരു തവണ മോഷണം പോയ സ്ഥിതിക്ക് പിന്നീട് അവർ കൂടടയ്ക്കാൻ മറക്കാൻ ചാൻസ് കുറവാണ്. യെസ് യെസ്, ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ണിമോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അത് ഞാൻ ചേച്ചിനെ കാണുമ്പോൾ ചോദിച്ചോളാം. ഓക്കെ, നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് മാറിക്ക്, ഞങ്ങൾക്ക് ഒരു കാര്യം ചെക്ക് ചെയ്യാണ്ട്. ഒരു 5 മിനിറ്റ്. ഒന്ന് മാറ്, ഒരു 5 മിനിറ്റിന്റെ കാര്യമല്ലേ. നമ്മളെ മാറ്റിയിട്ട് അവരെന്തായിരിക്കും അവിടെ ചെയ്യണേ? ആർക്കറിയാം, ചിലപ്പോ ഷോ ഓഫ് ആയിരിക്കും. അത് കണ്ടറിഞ്ഞൂടെ, ഷോ ഓഫ് തന്നെ. എന്തായി? ഒരു ചെറിയൊരു തുമ്പ് കിട്ടിയിട്ടുണ്ട്. യെസ്, അതൊന്ന് ലാബ് കൊണ്ടുപോയി പരിശോധിക്കണം. പരിശോധിച്ചാ കള്ളനെ കിട്ടുവോ? നോക്കാം, എന്തായാലും റിസൾട്ട് ഇടട്ടെ. എന്നാൽ ഞാൻ പോയി നാളെ വരാം വിത്ത് റിസൾട്ട്. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. അയ്യോ, ഉണ്ണിമോളൊന്ന് വന്നേ. അർജുമാവൻ എന്താ അമ്മ പറഞ്ഞേ? അത് കള്ളൻ. കള്ളൻ അല്ല, കള്ളൻ ഏത് വഴിക്കും വരാൻ സാധ്യതയുള്ളതുകൊണ്ടേ രാത്രി ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞതാ. യെസ് യെസ്, ഞാനത് പറയാൻ തുടങ്ങായിരുന്നു. ഇവിടെ ഇനി ടൈം പീസും കോഴിയൊന്നും ഇല്ലല്ലോ, പിന്നെന്ത് കള്ളൻ? അത് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മോളത്തെ വീട്ടുകാരെ കോഴീനെ വാങ്ങിയിട്ടുണ്ട്, അതും പൂവൻകോഴീനെ. പൂവൻ കോഴിയോ? അവർക്ക് എന്നെ തനിക്ക് സുഖല്ലേ, പിന്നെ പൂവൻ കോഴീനെ വാങ്ങാൻ? അത് തന്നെ, വെറുതെ കള്ളന് കൊടുക്കാൻ വേണ്ടിട്ട്. എന്തെങ്കിലും ആവട്ടെ, അവരുടെ കോഴി അവരുടെ ഇഷ്ടം. ചേച്ചി, നിക്ക് പ്ലാൻ ചെയ്യണ്ടേ? എന്ത് പ്ലാൻ? കള്ളനെ തടയാൻ 100 വഴികൾ എന്ന വിഷയത്തിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാറുണ്ട്. ഞാനില്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചാ മതി. ഓഹോ. ചേച്ചി പോട്ടെ, ബാ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാ നിക്ക്. യെസ്, ഈ കള്ളൻ മതിൽ ചാടിക്കടന്നാണ് വരുന്നെങ്കിൽ അവന്റെ ചന്തിക്ക് കടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്തായി? ടൈം പീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യം 10 മിനിറ്റ് ആകുമ്പോൾ അലാറം അടിക്കും. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കള്ളൻ ഇന്ന് വന്നില്ലെങ്കിലോ? വരാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല. ഇത് ഡെയിലി വരുന്ന കള്ളനാണ്, വന്നിരിക്കും. അപ്പൊ ഇനി 10 മിനിറ്റ് കൂടെ അല്ലേ? വാ, അങ്ങോട്ട് മാറിയേക്കാം. പക്ഷെ ദേവ ചേച്ചിനെ എനിക്ക് മോളെ കൂടെ വിളിക്കായിരുന്നു, അവരെ കൂടെ ഉണ്ടെങ്കിൽ ത്രില്ലുണ്ടായേനെ. അലാം സൗണ്ട്.
മതിയല്ലോ. ഈശ്വരാ, ഇതേത് ടൈം പീസ്? ഇനി വീണ്ടും കള്ളം കേറുമല്ലോ. എന്തെങ്കിലും ആവട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ് അലാറം അടിച്ചു. ഇനി കള്ളം വരില്ലേ? അലാറം അടിച്ചില്ലേ? വലിയ താമസമില്ല. ഇനി കള്ളൻ ഈ വഴി വരൂ. ഫീസ് കൊടുത്തു. ഓക്കെ, എന്നാ എല്ലാം റെഡി ആണോ? എവിടെ പോകും? ചേച്ചി ചേച്ചി അമ്മ അവിടെ. അമ്മയും ചേച്ചി എവിടെ പോയി? നീ എടി, നീയായിരുന്നോ? എന്താ സംഭവം എന്ന് ആരെങ്കിലും ഒന്ന് പറ. പറയാനൊന്നുമില്ല, കള്ളനെ പിടിച്ചു, അത് തന്നെ. ആണോ? എന്നിട്ട് എവിടെ കള്ളൻ? വേറെ എവിടെ നോക്കണ്ട, ദാ ഇവിടെ ഉണ്ട്. കള്ളനല്ല, കള്ളി, ദേവുക്കള്ളി. ചേച്ചിയോ? ആ ചേച്ചി തന്നെ. രാവിലെ എനിക്ക് വന്നപ്പോഴേ ഡൗട്ട് അടിച്ചതാ. ഞാനപ്പോൾ അത് നിക്കിയോടും ഉണ്ണോടും പറയുകയും ചെയ്തു. എന്നാ ഞാൻ പോയിട്ട് നാളെ വരാം വിത്ത് റിസൾട്ട്. കള്ളനാരാന്ന് ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട്. പറയാറായിട്ടില്ല. നീ രാത്രി വരെ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ പോയി ടൈം പീസ് മേടിച്ച് രാത്രി വരാം. ഓക്കെ. പരീക്ഷയ്ക്ക് മാർക്ക് പറയാൻ വേണ്ടി ഇവിടെ ശത്രുക്കൾ ചെയ്താന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. അതും പഠിക്കാൻ മടിച്ചായ ഇവള് പറഞ്ഞപ്പോ. ടൈം പീസും അലാറം ഇല്ലെങ്കിൽ രാവിലെ എണീക്കണ്ടല്ലോ. പക്ഷെ സിഐഡി നിക്കിയോടും അർജുനോടും കളിച്ചപ്പോ കളി മാറി, ഗോൾ സ്വന്തം പോസ്റ്റിലേക്കായി പോയി. നാളെ മുതൽ അല്ല, ഇപ്പൊ മുതൽ പരീക്ഷ വരെ മര്യാദക്ക് പഠിച്ചോളണം. മനസ്സിലായില്ലേ? പഠിച്ചോളാം, ഞാൻ പഠിച്ചോളാം. ആ മോളിലെ വീട്ടിലെ കോഴിയെ പിടിക്കണവും ഇവിടെ തന്നെ ആയിരിക്കും, അതിന്റെ കൂവൽ ഒഴിവാക്കാൻ. ഏയ്, അത് ഞാനൊന്നല്ല. പറയാൻ പറ്റൂല. വാ, പോയി കിടക്കാൻ, നേരം വിളിച്ചു. ഇതാ ഈ ടൈം പീസ് കൂടെ കൊണ്ടേക്കോ. അമ്മ കൂടെ അടയ്ക്കണ്ട കേട്ടോ, ഞാനിവിടെ കിടന്നോ. അയ്യോ, കോഴീനാരോ പിടിച്ചല്ലോ. പിന്നെ ആരായിരിക്കും കോഴീനെ പിടിച്ചത്?
രാവിലെ ഒന്ന് സുഖമായിട്ട് ഉറങ്ങി വരുമ്പോഴാണ് അവൻ്റെ ഒരു കൂവൽ.